അട്ടപ്പാടിയിൽ 5 ദിവസമായി പടർന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമായതായി വനംവകുപ്പ്. കാട്ടുതീ വ്യാപിച്ചതോടെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഹെലികോപ്റ്ററിന്റെ സഹായം തേടിയിരുന്നു. 1000 ഏക്കറിലധികം വനഭൂമി കാട്ടുതീയിൽ നശിച്ചു. ബുധനാഴ്ച മുതൽ 5 ദിവസമായി അട്ടപ്പാടി അഗളി റേഞ്ചുകളിലെ 18ഓളം പ്രദേശങ്ങളിൽ കാട്ടുതീ പടർന്നു. മണ്ണാർക്കാട് സൈലന്റ് വാലി ഡിവിഷനുകളിലെ 200ഓളം ജീവനക്കാരും 30ഓളം വാച്ചർമാരും കാട്ടുതീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും പ്രദേശങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്തത് പ്രതിസന്ധി സൃഷ്ടിച്ചു. അട്ടപ്പാടി മല്ലീശ്വരൻമുടിയിലുണ്ടായ കാട്ടുതീ അണയ്ക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടി. ഇതേ തുടർന്ന് ഇന്നലെ ഹെലികോപ്റ്ററിൽ വെള്ളമെത്തിച്ച് ഈ മേഖലയിലെ തീ അണച്ചു. മറ്റ് സ്ഥലങ്ങളിലെ തീ നിയന്ത്രണ വിധേയമായതായി വനംവകുപ്പ് അറിയിച്ചു. ഇനിയും കാട്ടുതീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് നിരീക്ഷണം തുടരുന്നുണ്ട്. 1000 ഏക്കറോളം വനഭൂമി കത്തിനശിച്ചു. അട്ടപ്പാടിയിലെ അഗളി, പുതൂർ മേഖലകളിലാണ് കാട്ടുതീ വ്യാപിച്ചത്. സാമൂഹ്യവിരുദ്ധർ തീയിട്ടതാണ് കാട്ടുതീ പടരാൻ കാരണമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. 4.5 പതിറ്റാണ്ടിലധികമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ ഇടം പിടിക്കുകയും എന്നാൽ എങ്ങും എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട് ആലപ്പുഴയിൽ. ആലപ്പുഴ കായംകുളം കൂട്ടുവാതിൽക്കൽ പാലം. സംസ്ഥാന ബജറ്റിൽ 50 കോടി രൂപ പദ്ധതിക്ക് നീക്കിവെച്ചെങ്കിലും പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. പാലമില്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന തീരുമാനത്തിലാണ് പ്രദേശവാസികൾ. 1976 മുതൽ കായംകുളത്തുകാരുടെ സ്വപ്നങ്ങളിൽ ഈ പാലമുണ്ട്. കായംകുളം കായലിന് കുറുകെയുള്ള കൂട്ടുവാതിൽക്കൽ പാലം. 2010 പദ്ധതിക്കായി 32 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നുവെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചതാണ്. പിന്നീട് ധനമന്ത്രി തോമസ് ഐസക് തുക വർദ്ധിപ്പിച്ച് 50 കോടിയാക്കി. അപ്രോച്ച് റോഡിന് നിർമ്മാണാനുമതി അടക്കം ലഭിച്ചതിനു ശേഷം പക്ഷേ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടുത്തെ MLA ചെയ്ത പണി എന്ന് പറയുന്നത് ഈ പാലത്തിന് പകരമായി കായംകുളം ടൗണിൽ ഗതാഗത സൗകര്യം ഏറെയുള്ള സ്ഥലത്ത് മാറിക്കൊടുക്കുവാൻ വേണ്ടി MLA എഴുതി കൊടുത്തിരിക്കുന്നു 6 പാലം ഈ കൂട്ടുമാതക്കടവ് പാലത്തിനെതിരായി. അപ്പോൾ ഇപ്പോൾ പറയുന്ന വാദഗതി എന്താണ്? ഈ പാലം നഷ്ടമാണെന്നാണ് പറയുന്നത്. പാലം നഷ്ടമാണെങ്കിൽ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും നോക്കിയല്ല. നഷ്ടമാണെങ്കിൽ ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം. ഹരിപ്പാട്, കരുനാഗപ്പള്ളി, കായംകുളം മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കുന്നത് നഷ്ടമാണെന്നാണ് പുതിയ വാദം. പ്രതിദിനം 3000 പേരെങ്കിലും യാത്ര ചെയ്തെങ്കിൽ മാത്രമേ പദ്ധതി ലാഭത്തിലാകൂ എന്നും പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു. സാധ്യതാ പഠനങ്ങൾ നടത്താതെയാണോ പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ജനങ്ങളുടെ ചോദ്യം. വള്ളം വളരെ കുറവാണ്, സൗകര്യങ്ങളില്ല, യാത്ര ചെയ്യാൻ ഭയങ്കര സമയം എടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ആളുകൾ പലരും തിരിച്ചു പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടല്ലൂരുള്ളവർക്ക് ഇപ്പോൾ ഈ പഞ്ചായത്ത് വരാൻ, ദേവികുളങ്ങര പഞ്ചായത്ത് വരാനും ഇത്രയും ചുറ്റിക്കറങ്ങി വേണം. 10-20 കിലോമീറ്റർ ഓട്ടോയിലും സ്കൂട്ടറിലും എല്ലാം കയറിയാണ് വരേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാലമില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിനാണ് പ്രദേശവാസികൾ തയ്യാറെടുക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.